അമൃത എക്സ്പ്രസിന് ലോക്കോ പൈലറ്റ് ട്രാക്കിൻ്റെ അടുത്ത് ഒരു ബോഡി കിടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് അത് കിട്ടിയത്. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമസ്കാരം. വൈറ്റിലയിൽ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ റെയിൽവേ പാളത്തിനോട് ചേർന്നിട്ടാണ് ഇന്ന് പുലർച്ചെ 1:45 കൂടിയിട്ട് ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് ആദ്യം കാണുന്നത് അമൃത എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റാണ്. ആ ലോക്കോ പൈലറ്റ് അപ്പോൾ തന്നെ ഈ വിവരം കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന അപ്പ് ലൈനാണ്, അതായത് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈക്ക് പോകുന്ന ലൈനാണിത്. കോട്ടയം ഭാഗത്തു നിന്നും വരുന്ന ലൈനാണിത്. ഈ ലൈനിലായിരുന്നു നമുക്ക് ഈ കാണുന്ന ഈ തൂണിന് സമീപത്ത് വെച്ചാണ് ആ മൃതദേഹം പാളത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്നത്. അതിനെ തുടർന്നിട്ടാണ് ലോക്കോ പൈലറ്റ് ഈ വിവരം കൺട്രോൾ റൂമിൽ അറിയിക്കുന്നത്. കൺട്രോൾ റൂമിൽ നിന്നും അപ്പോൾ തന്നെ എറണാകുളം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ അറിയിക്കുന്നു. വേഗം തന്നെ അവിടുന്ന് പോലീസ് ഓഫീസർമാർ, റെയിൽവേ പോലീസ് എത്തുന്നു, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എത്തുന്നു. അവർ വന്ന് പരിശോധന നടത്തുന്നു. ഈ സമയം തന്നെ മരട് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ മൃതദേഹം കിടന്നിരുന്നത്. ഈ കിടക്കുന്ന ഭാഗത്താണ്. അവിടെ ബ്ലഡ് സ്റ്റെയിനൊക്കെ കിടപ്പുണ്ട്. അവിടെയായിരുന്നു. പിന്നീട് അവിടെ നിന്നും എടുത്ത് മാറ്റുകയായിരുന്നു. മരട് പോലീസും RPFും ചേർന്നിട്ട് ബോഡി അവിടെ നിന്ന് മാറ്റി. അങ്ങനെ വിശദമായി അന്വേഷിക്കുന്ന ഇടയിലാണ് ഈ സ്ത്രീയുടെ പേര് സുധാ ബേബി ആണെന്ന് മനസ്സിലാവുന്നത്. ഇവരുടെ ഒരു മൊബൈൽ ഫോണും തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം നടത്തി വരുന്ന ഇടയിലാണ് നിർണായകമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. അതായത് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഒരു പുരുഷനോടൊപ്പം കാറിൽ ഏകദേശം 11:30 മണിയോട് കൂടിയിട്ട് ഇവർ ഈ വൈറ്റില ഭാഗത്ത് എത്തുന്നു. അതായത് വൈറ്റില ഫ്ലൈ ഓവറിൻ്റെ സമീപത്ത് നിന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി വരുന്നു. അവിടെ കാറ് നിർത്തുന്നു. കാറ് നിർത്തിയതിന് ശേഷം രണ്ടുപേരും കൂടി നടന്ന് ഇവിടേക്ക് വരികയാണ്. ആ വരുന്ന നിർണായക ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ഒരുപക്ഷേ അവർ തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ടാവാം. അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ പിടിവലിയോ സംഘർഷമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. അതിനെ തുടർന്നിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിൻ്റെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധയുടെ ബന്ധുക്കൾ കോട്ടയത്ത് നിന്നും ഇവിടേക്ക് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതശരീരം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ആ മെഡിക്കൽ കോളേജിലേക്ക് പോകും. അതിനുശേഷമാകും ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. സുധ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ജോലി ചെയ്യുകയാണോ? ഈ ഒപ്പം വന്ന ആളുടെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ കാറിൻ്റെ നമ്പർ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഔദ്യോഗികമല്ലാതെ നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടിയിട്ട് ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പോലീസ് പുറത്തുവിടും. എന്തായാലും ഇന്ന് വൈകിട്ടത്തോട് കൂടി തന്നെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മരട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത്. എറണാകുളം DCP ഷഹിൻ ഷായും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് പുലർച്ചെ ഒരു 1:45 കൂടിയിട്ടാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അത് അമൃത എക്സ്പ്രസിന് ലോക്കോ പൈലറ്റ് ട്രാക്കിൻ്റെ അടുത്ത് ഒരു ബോഡി കിടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് അത് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫ് വന്ന് അത് ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്ന് ഇൻക്വസ്റ്റും തുടർ നടപടികളും കുറച്ച് എവിഡൻസ് കളക്ഷനും സയൻറ്റിഫിക് ടീമിൻ്റെ അനാലിസിസും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു അസ്വാഭാവികതയുടെ കാര്യങ്ങൾ ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദ പ്രൈവസി ഓഫ് ദ വിക്ടിം. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്.
തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റതിൻ്റെ ഒരു അതല്ല, ഇവിടെ വന്നിട്ട് തന്നെ നടന്നതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അതിനായിട്ടുള്ള എവിഡൻസസും അതിനായിട്ടുള്ള നടന്നിട്ടുള്ള ഒരു സബ്സിക്വൻറ്റ് കണ്ടക്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് കണ്ടക്റ്റിൻ്റെയും കുറച്ച് എവിഡൻസസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പരിക്കായിട്ടുള്ളത് മുഖത്താണ് കൂടുതലായിട്ട് പരിക്ക് കാണുന്നത്. തുടർ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷനിലെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് PM-ൻ്റെ ശേഷം മാത്രമേ നമുക്കൊരു ആധികാരികതയിലൂടെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ബന്ധുക്കളായിട്ട് സംസാരിച്ചു, അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദം. സോ അതൊന്നും പറയാൻ പറ്റില്ല. അസ്വാഭാവികതയുണ്ട്, വ്യക്തമായിട്ടുള്ള അസ്വാഭാവികതയുണ്ട്. ഞങ്ങൾ നോക്കുന്നുണ്ട്. You will get to know. You will get to know in the meantime. So now let the process continue. We'll get back to you. Okay. ബ്ലഡ് സ്റ്റെയിൻ ഇവിടെയുണ്ട്. ഒരു കുറച്ച് എവിഡൻസസ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ വെരിഫൈ ചെയ്ത് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു അസ്വാഭാവികതയുണ്ട്. അത് അതെ, അതും കൂടി അസ്വാഭാവികത പറയും. സാർ, എങ്ങനെ ഈ സംഭവം നിങ്ങൾ RPF അറിയുന്നത്? ഞങ്ങളറിയുന്നത് ഞങ്ങളുടെ കൺട്രോളിൽ നിന്ന് അറിയിക്കും. ഏത് ഇന്നല്ല ഏത് വിഷയം ഞങ്ങളുടെ കൺട്രോളിൽ അറിയിക്കും. ഇതുപോലെ ലോക്കോ പൈലറ്റ് അമൃത ലോക്കോ പൈലറ്റ് അവിടെ കിടക്കുന്ന ആൾക്കറിയില്ല, ആണോ പെണ്ണാന്നറിയില്ല, ഒരാൾ കിടക്കുന്നു പറഞ്ഞു. എത്ര മണിയോട് കൂടി? അത് രാത്രി ഞങ്ങൾക്ക് 1:45 കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്താ കാണുന്നത്? ഇവിടെ ആളിങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നത് അത്ര തന്നെ. ആ അങ്ങനെ കാണും. ആ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടു. അത് നമുക്കറിയാൻ പറയാൻ പറ്റില്ല, നമ്മളുടെ കണ്ടീഷൻ അറിയാം. പിന്നീട് നിങ്ങൾ എന്താ ചെയ്തത്? പോലീസ് അറിയിച്ചു? ഞങ്ങൾ അറിയിച്ചു. അതിനുള്ള പോലീസുകാർക്ക് അറിവ് കിട്ടിയിട്ട് അവരും വന്നു. തൃപ്പൂണിത്തുറ പോലീസ്, പാലസ് പോലീസ്, മരട് പോലീസ്, പാലാരിവട്ടം പോലീസ് എല്ലാം ഉടനെ തന്നെ എത്തി, വിതിൻ സെക്കൻഡ്സിനുള്ളിൽ. റെയിൽവേയുടെ ഇനി എന്ത് നടപടിയാണ് ഉള്ളത്? ഇനി ഞങ്ങൾക്ക് ഇവരുടെ ഫർദറായിട്ടുള്ള ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും എന്നല്ല. ഇവർ വരുന്ന ദൃശ്യങ്ങൾ CCTV സാറുണ്ട്, അസിസ്റ്റന്റ് കമാൻഡർ സാറാണ്. ദൃശ്യങ്ങൾ അതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ദൃശ്യങ്ങൾ കുറേ എവിഡൻസ് കുറച്ച് കളക്ട് ചെയ്യും. മണിക്ക് അവർ എത്തിയെന്നാണ് കാണിക്കുന്നത് സാർ? അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും എത്തി ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. കാരണം അത് അതിൻ്റെ ഫർദർ എൻക്വയറി എത്രയും പെട്ടെന്ന് നടക്കും, എത്രയും പെട്ടെന്ന് എടുക്കുകയും ചെയ്യും അതിൻ്റെ കേസുകൾ. ഏതായാലും ട്രെയിനിൽ നിന്നും വീണല്ല മരിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ CCTV ദൃശ്യങ്ങളെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവർ രണ്ടുപേരും കൂടി ഇവിടേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.